പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. ദുബായിലെ മലയാളി ലഹരിമരുന്ന് സംഘത്തിന്റെ ചതിക്കുഴിയിൽപ്പെട്ട ജീവിതം തകർന്ന ഒരു മലയാളി യുവതിയുടെ കണ്ണീർ കഥയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. ആയുർവേദ മസാജ് സെന്ററിൽ റിസപ്ഷനിസ്റ്റ് ജോലി വാഗ്ദാനം ചെയ്ത ദുബായിലേക്ക് എത്തിച്ച യുവതിയെ ഭീഷണിപ്പെടുത്തി അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ലഹരിമരുന്ന് ഇടപാടുകൾക്കും ഇരയാക്കുകയായിരുന്നു. ഒടുവിൽ ചതിയിലൂടെ ലഹരിമരുന്ന് കേസിൽ കുടുക്കപ്പെട്ട യുവതിക്ക് ജയിൽ ശിക്ഷയ്ക്കിടയിലാണ് പെൺകുഞ്ഞ് പിറന്നത്. കേരളത്തിന്റെ തെക്കൻ ജില്ലയിൽ നിന്നുള്ള 30-കാരിയായ BBA വിദ്യാർത്ഥിനിയാണ് ഈ ക്രൂരമായ ചതിക്ക് ഇരയായത്. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ 2024-ൽ സന്ദർശക വിസയിൽ ദുബായിലെത്തിയ യുവതി സോഷ്യൽ മീഡിയ പരസ്യം വഴിയാണ് മിഥുൻ ആനന്ദ് എന്നീ മലയാളി യുവാക്കളെ ബന്ധപ്പെട്ടത്. റിസപ്ഷനിസ്റ്റ് ജോലി എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പാസ്പോർട്ടും എമിറേറ്റ്സ് IDയും കൈക്കലാക്കിയ ശേഷം ഇവരെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്കും ലഹരി മാഫിയയുടെ കെണികൾക്കും ഇരയാക്കുകയായിരുന്നു. അവിടുത്തെ നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിയെ പിന്നീട് പ്രതികാര ബുദ്ധിയോടെ പ്രതികൾ ലഹരിമരുന്ന് കേസിൽ കുടുക്കുകയായിരുന്നു. ബാഗിൽ ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ച CID സംഘത്തെ കൊണ്ട് പിടിപ്പിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് ജയിലിലായ യുവതി കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. നിലവിൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ യുവതി ദുബായിലെ ഒരു കുടിസുമുറിയിൽ വസ്ത്രമോ ഭക്ഷണമോ പോലുമില്ലാതെ കൈക്കുഞ്ഞുമായി കഠിനമായ ദുരിതത്തിലാണ് കഴിയുന്നത്. കുഞ്ഞിന് ഇതുവരെ ജനന സർട്ടിഫിക്കറ്റോ ആവശ്യമായ വാക്സിനേഷനുകളോ ലഭിച്ചിട്ടില്ല. കേസ് തീർപ്പാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുവാൻ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും പ്രവാസി സംഘടനകളുടെയും അടിയന്തര നിയമസഹായം പിന്തുണയും തേടുകയാണ് ഈ നിരാലംബിയായ യുവതി. ലഹരിമരുന്ന് കേസിൽ അകപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ യുവതിയുടെ ആൺ സുഹൃത്ത് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അതേസമയം ഇവരെ ചതിയിലൂടെ പ്രതികാരം ചെയ്ത് ദുരിതക്കയത്തിൽ വീഴ്ത്തിയ 2 മലയാളി യുവാക്കൾ ഇപ്പോഴും വെളിയിൽ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് തീർപ്പായാലുടൻ നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന യുവതിയുടെ കഥ ഒരു മാധ്യമത്തിലൂടെയാണ് പുറത്തുവന്നത്. വിസ കാലാവധിയായ 2 മാസം പിന്നിട്ട് നിരാശയുടെ നാട്ടിലേക്ക് മടങ്ങുവാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ജോലി ഒഴിവിന്റെ ആ പരസ്യം യുവതിയുടെയും കൂട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ദുബായിലെ ആയുർവേദിക് മസാജ് സെന്ററിൽ റിസപ്ഷനിസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ബന്ധപ്പെട്ടയുടൻ സ്ഥാപന ഉടമകളാണെന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ, കൊല്ലം സ്വദേശി ആനന്ദ് എന്നീ യുവാക്കളായിരുന്നു യുവതിയെ ബന്ധപ്പെട്ടത്. ഇരുവരും യുവതി താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് നേരിട്ട് വന്ന് കണ്ട് ജോലി ഉറപ്പിക്കുകയായിരുന്നു. രണ്ടുപേരും വലിയ ചതിക്കളം ഒരുക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ യുവതിക്കെന്ന് കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടിലേക്ക് പോയ യുവതിക്ക് വൈകാതെ എംപ്ലോയ്മെന്റ് വിസ അയച്ചു കൊടുത്തു. 2024 ജനുവരിയിൽ വീണ്ടും ദുബായിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. മൻഖൂലിലെ ചെറുകിട ഹോട്ടലിലും ഡെയ്റയിലുമായി 2 മസാജ് സെന്ററുകളായിരുന്നു മിഥുനും ആനന്ദിനും ഉണ്ടായിരുന്നത്. എത്തിയ ഉടൻ യുവതിയുടെ പാസ്പോർട്ട് ഇരുവരും വാങ്ങിവെച്ചു. പിന്നീട് എമിറേറ്റ്സ് IDയും കൈക്കലാക്കി. ജോലിയിൽ പ്രവേശിച്ച് ആദ്യ 2-3 ദിവസം മൻഖൂലിലെ മസാജ് സെന്ററിൽ റിസപ്ഷനിസ്റ്റിൽ ജോലി ചെയ്തുവെങ്കിലും മസാജ് ചെയ്യുവാൻ മിഥുനും ആനന്ദും യുവതിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. തനിക്ക് മസാജ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് യുവതി വഴങ്ങാഞ്ഞപ്പോൾ ആ ജോലി ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. എന്നിട്ടും സമ്മതിക്കാതെയായപ്പോൾ താനിവിടെ ജോലി ചെയ്യുന്ന കാര്യം നാട്ടിൽ വിളിച്ചറിയിക്കുമെന്നും ലഹരിമരുന്ന് കേസിൽപ്പെടുത്തി ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. ആയുർവേദ മസാജ് സെന്റർ എന്നാണ് പുറമെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതെങ്കിലും അകത്ത് നടക്കുന്നത് ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും അനാശാസ്യ പ്രവർത്തനവുമാണെന്നും ഈ യുവതി പറയുന്നുണ്ട്. വാതിൽ പോലും ഇല്ലാതെ കർട്ടനിട്ട് വേർതിരിച്ച കൊച്ചു മുറികളായിരുന്നു ഇവിടെ ഉള്ളത്. പിന്നീട് യുവതി ഡെയ്റയിലെ സെന്ററിലേക്ക് മാറ്റി. അവിടെയും മാനസിക പീഡനത്തിന് പുറമെ ശാരീരിക ഉപദ്രവം കൂടിയപ്പോൾ യുവതി മസാജ് ജോലിക്കും മറ്റെല്ലാത്തിനും വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഏറെ ആഗ്രഹിച്ചുവെങ്കിലും അതിന് ധൈര്യമില്ലാത്തതിനാലും പാസ്പോർട്ട് കയ്യിലില്ലാത്തതിനാൽ നിയമത്തെ ഭയന്നും അതിന് മുതിർന്നില്ല. മാത്രമല്ല യുവതി അവിടെ നിന്ന് ചാടിപ്പോകാതിരിക്കാൻ മിഥുനും ആനന്ദും തന്റെ ആളുകളെ അവിടെ നിർത്തുകയും ചെയ്തു. നാട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലെന്നും ഉടൻ ചെല്ലണമെന്നും തിരിച്ചു വരാമെന്നും കേണപേക്ഷിച്ചിട്ടും അതിനും സമ്മതിച്ചില്ല. തുടർന്ന് ഇതിനിടെ മറ്റൊരു ചതിയിലൂടെ യുവതി ലഹരിമരുന്ന് കേസിലും കുടുക്കി. യുവതിയെ നവംബർ 2-നാണ് ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തത്. ജയിലിലെത്തി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം യുവതി അറിയുന്നത്. എപ്പോഴാണ് തനിക്ക് ഇത്തരത്തിൽ തെറ്റുപറ്റിയതെന്ന് യുവതിക്ക് ഓർക്കാനാകുന്നില്ല. ഒടുവിൽ ഈ വർഷം ജനുവരി 20-ന് യുവതി പെൺകുഞ്ഞിന് ജയിലിൽ ജന്മം നൽകി. മികച്ച പരിചരണമാണ് തനിക്കും കുഞ്ഞിനും ലഭിച്ചതെന്ന് യുവതി പറയുന്നുണ്ട്. ധരിക്കുവാൻ പുത്തൻ ഉടുപ്പുകൾ തനിക്കും കുഞ്ഞിനും തന്നു. നല്ല ഭക്ഷണവും പരിചരണവും നൽകി. മലയാളി നഴ്സിനൊക്കെ എല്ലാവരും മികച്ച രീതിയിലാണ് സഹായിച്ചത്. ഒടുവിൽ യുവതി ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്നും ചതിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കി ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിനനുസരിച്ചാണ് കോടതി യുവതിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ മാസം 20-നാണ് കോടതിയിൽ അവസാനഘട്ട വിചാരണ. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് നാട്ടിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് മകളെ വളർത്തണം. ഇവിടെ എന്തെങ്കിലും നല്ല ജോലി ലഭിച്ചാൽ തിരിച്ചു വരുവാനും തയ്യാറാണെന്നും യുവതി പ്രതികരിക്കുന്നുണ്ട്.